അല്പസമയം ധ്യാനിപ്പാൻ ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ഈ 1-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അബ്രഹാമിനെ ധൈര്യപ്പെടുത്തി, അബ്രഹാമിനെ ആ ധൈര്യത്തിന്റെ കലവറയ്ക്കകത്തേക്ക് കയറ്റി ഇറക്കുന്ന ഒരു ദൈവം. ദൈവം പറയാ, ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ അല്ലേ, നമ്മുടെ ശുശ്രൂഷ, ആമേൻ, നമ്മുടെ സകല മേഖലകളും ദൈവം സഹായിക്കാന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും അല്ലേ. അതിമഹത്തായ പ്രതിഫലം. ആമേൻ. ഞാൻ നിന്റെ പരിചയം, അതിമഹത്തായ ഒരു പ്രതിഫലം. ഈ അതിമഹത്തായ എന്ന് പറയുമ്പോൾ ഇതുവരേക്കും നിന്റെ കുടുംബക്കാരോ സഭക്കാരോ ചാർച്ചക്കാരോ പ്രതിഭവനോ ഒന്നും പ്രാപിക്കാത്ത അതിമഹത്തായ ഒരു പ്രതിഫലം അവൻ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, 1-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെ പറയുന്നു, യഹോവയായ ദൈവം അവനെ ധൈര്യപ്പെടുത്തുക. നിക്ക്. ആമേ, പ്രശ്നമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേ, സ്തോത്രം. നിന്നെ ഒന്നും ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് അവനെ ബലപ്പെടുത്തുകയാണ്. കാരണം തന്റെ സഹോദരനായ ലോത്ത് ശത്രുപാളയത്തിലായിരുന്നു. ശത്രുപാളയത്തിരുന്ന ലോത്തിനെ അബ്രഹാം തന്റെ 318 അഭ്യാസികളും കൂടെ പോയി യുദ്ധം ചെയ്ത് ലോത്തിനെ വിടുവിച്ചു കൊണ്ടുവരുന്ന വരവാണ്. പ്രൈസ് ദി ലോർഡ്. ആ വരവിൽ ശാലേം ആ വഴിയാ വരുന്നത്. ശാലേം എന്ന് പറയുമ്പോൾ സമാധാനം. ശാലേം രാജാവായിരിക്കുന്ന മൽക്കീസദേക്കിന് അബ്രഹാം സകലത്തിൽ നിന്നും ദശാംശം കൊടുത്തു വരുന്ന വഴിക്കാണ് ഇവിടെ പറയുന്ന ഒരു വാക്ക്. സ്തോത്രം. എന്തെന്നറിയാമോ? ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അടുത്ത് പറയുന്നു, അതിന് അബ്രഹാം, ആമേൻ, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ അവകാശി ദമസ്കേക്കിന്റെ ആമേൻ ഈ എലിയാസർ അത്രേ എന്ന് പറഞ്ഞു. അപ്പോ അവകാശിയൊന്നും ഇല്ലാതെ നീ എന്നെ എത്രത്തോളം അനുഗ്രഹിച്ചാലും എന്റെ അവകാശം എല്ലാം കൊണ്ടുപോകില്ല. എലിയാസർ കൊണ്ടുപോകത്തില്ലേ? ദൈവം അത്ര ഓർമ്മയില്ലാത്ത ദൈവമാണ്. നിനക്കൊരു നന്മ തരണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ നന്മ തന്നിരിക്കും. അത് അനുഭവിക്കാനും ദൈവം നിനക്ക് അതിന് കൃപ തരും. വെറുതെ ഒന്നും ഒരു കാര്യം പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ഒരു ദൈവമല്ല. ചിലരൊക്കെ വെറുതെ പറഞ്ഞ് മാറിപ്പോകും. അതല്ല വിഷയം. വിളിച്ചവന് വിശ്വസ്തനാ. ഇനി എത്ര പ്രശ്നങ്ങൾ വന്നാലും അവിടെ നിൽക്കാനുള്ള ഒരു കൂട്ടത്തെ ഞാൻ നിനക്ക് തരുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞത്. നോക്കിക്കേ, അബ്രഹാമിനെ അബ്രഹാമാക്കി, വിശ്വാസികളുടെ പിതാവാക്കി, സകല വംശങ്ങൾക്കും ആമേൻ ഒരു പിതാവാക്കി, അവനിൽ കൂടെ വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ ഈ 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ വളരെ വ്യക്തമായിട്ട് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവിടെ അവന്റെ അവകാശത്തെ തെളിയിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. 12, 13, 14 അധ്യായം പഠിക്കുമ്പോ അബ്രഹാം ദൈവത്തെ മാനിക്കുന്നതായി കാണുന്നു. കാരണം സഹായിക്കാമെന്ന് പറഞ്ഞ ദൈവം, നിർത്താമെന്ന് പറഞ്ഞ ദൈവം, ഞാൻ അറ്റം വരെ ഉണ്ടെന്ന് പറഞ്ഞ ദൈവം ഇന്ന് പകൽ ആരോടൊക്കെ പറയുന്നു, നിന്റെ എല്ലാ മേഖലകളിലും നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. കണ്ടോ? ആമേൻ. അതിമഹത്തായ ഒരു പ്രതിഫലം. ഈ 2025 7-ാമത്തെ മാസത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രതിഫലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. സ്തോത്രം. അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരും കേട്ടോ. ഇപ്പോൾ ഉള്ള ഞെരുക്കങ്ങളെല്ലാം മാറും.
ഇപ്പോഴുള്ള കഷ്ടതയെല്ലാം മാറും. അതിനകത്ത് ഒരു വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് ദൈവം വച്ചിട്ടുണ്ട്. ആ അനുഗ്രഹത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഹല്ലേലൂയ. അതാണ് ആമേൻ സ്തോത്രം. ഈ ആമേൻ സ്തോത്രം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വളരെ അത്ഭുതകരമായിട്ടും അതിശയകരമായിട്ടും പറഞ്ഞിരിക്കുന്ന വാക്ക്, ഞാൻ നിനക്ക് അതിമഹത്തായ പ്രതിഫലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിമഹത്തായ പ്രതിഫലം. ആമേൻ സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നീ എന്തെല്ലാം ഭാരത്തിൽ കൂടെ കടന്നു പോയാലും ഇല്ല, നിന്റെ പരിചയമായി കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഇവിടെ വായിക്കുന്നത്, അതിന്റെ ശേഷം അബ്രഹാമിന് അവൻ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. എന്നൊക്കെ ദൈവവൈതലെ അഭിഷത്തിനെ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നീതി വെളിപ്പെടാൻ സമയമായി. കർത്താവിന് വേണ്ടി മുൻപിലോട്ട് കാര്യാദികൾ ചെയ്യുമ്പോൾ നിന്റെ കാര്യാദികൾ ചെയ്യാൻ എന്റെ കർത്താവ് മറന്നു പോകുന്ന ദൈവമല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലോക്കൽ യജമാനന്മാർ നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോ നന്മ തരാൻ മറന്നു പോകും. ഇത് ദൈവത്തിന്റെ വേല ചെയ്യുന്ന നിനക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ നീ ജോലി ചെയ്യുന്നെങ്കിൽ ജോലി സമയം കഴിയുമ്പോൾ നിനക്ക് വേണ്ടി നന്മ തരാൻ എന്റെ കർത്താവ് ശക്തനാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. ഈ പ്രഭാതം ദിനത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഈ 7ാമത്തെ മാസം വളരെ ബ്ലെസ്സിങ് ആയി തീരട്ടെ കർത്താവേ. മാനിക്കാമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ ദൈവം ഇന്ന് പകലിലും ജനത്തെ മാനിക്കണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.